കശാപ്പു ചെയ്യപ്പെട്ട ഇന്ത്യയിൽ അർദ്ധഫാസിസം വാണ കാലം 1975 ജൂൺ 25-നും 1977 മാർച്ച് 21-നും ഇടയിലുള്ള 21 മാസങ്ങൾ. അതെ, അടിയന്തരാവസ്ഥ കാലം. 1975 ജൂൺ 25-നായിരുന്നു പൗരാവകാശങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട ഇന്ദിരാ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അങ്ങനെ ഇന്ത്യയിലെ സകല അധികാരങ്ങളും ഇന്ദിരാഗാന്ധി എന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായി. തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെട്ടു. പൗരന്മാരുടെ അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങൾ കണ്ണടച്ചു തുറന്നപ്പോഴേക്കും അസാധുവായി. 6 മാസം കൂടുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് അടിയന്തരാവസ്ഥ നീട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. അടിയന്തരാവസ്ഥ നിലവിൽ വന്നു എന്ന് ജനങ്ങൾ അറിയുന്നത് ജൂൺ 26-ന് മാത്രമാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളും വിമതസ്വരം ഉയർത്താൻ സാധ്യതയുള്ള മറ്റുള്ളവരും അഴിക്കുള്ളിലായി. ഹേബിയസ് കോർപ്പസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. മാധ്യമങ്ങൾക്ക് മേൽ സെൻസർഷിപ്പ് അടിച്ചേൽപ്പിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരളത്തിലും പ്രതിഷേധത്തിന്റെ അലയൊലികൾ ഉയർന്നിരുന്നു. അന്ന് MLA-യും യുവ നേതാവുമായിരുന്നു ഇന്നത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായ പോലീസ് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ട പിണറായിയുടെ ചരിത്രം അറിയാമോ? കൂത്തുപറമ്പിലെ വീട്ടിൽ നിന്നാണ് പിണറായിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത്. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ പിണറായിയുടെ കാലുകൾ ഒടിഞ്ഞു. നടക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തെ എടുത്താണ് ജീപ്പിലേക്ക് കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോയത്. ജയിൽവാസത്തിനു ശേഷം തിരിച്ചു വന്ന 1977 മാർച്ച് 30-ന് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ചരിത്രത്തിന്റെ ഭാഗമായ പ്രസംഗം. പോലീസിന്റെ നരനായാട്ട് മാത്രമല്ല, പിണറായിയുടെ ഒരിക്കലും അണയാത്ത ആത്മധൈര്യവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. കൂത്തുപറമ്പ് സർക്കിൾ ഇൻസ്പെക്ടറാണ് തന്നെ പിടികൂടാൻ വന്നതെന്ന് പിണറായി പറയുന്നുണ്ട്. SP-യുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ്. ലോക്കപ്പിലാക്കപ്പെട്ട പിണറായി പിന്നെ നേരിട്ടത് ക്രൂരമർദ്ദനമാണ്. പോലീസ് സ്റ്റേഷൻ അനുഭവം പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ആ സ്റ്റേഷനിലുള്ളവരായിരുന്നില്ല ആദ്യം അദ്ദേഹത്തെ മർദ്ദിച്ചത്. പിന്നീട് CI അടക്കം 3 പോലീസുകാരെത്തി. 5 ആളുകൾ ചേർന്ന് നടത്തിയ അതിക്രൂര മർദ്ദനം. അടികൊണ്ട് പലതവണ വീണു. എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേറ്റു. ഒടുക്കം എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാവരും മാറി മാറി ദേഹത്ത് ചവിട്ടി. പിറ്റേന്ന് വരെ അദ്ദേഹം അങ്ങനെ കിടന്നു. പിന്നീട് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. നടക്കാൻ വയ്യാത്തതിനാൽ എടുത്താണ് ജീപ്പിൽ കയറ്റിയത്. കണ്ണൂരിൽ നിന്ന് രാത്രി 12 മണിയോടെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. തല്ലിന്റെ പാടുകൾ കാണിച്ചെങ്കിലും ഡെപ്യൂട്ടി ജയിലർ അത് രേഖപ്പെടുത്താൻ തയ്യാറായില്ല. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നാണ് തന്നെ ആശുപത്രിയിലാക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 6 ആഴ്ചക്കാലമാണ് കാലിൽ പ്ലാസ്റ്ററിട്ട് പിണറായി കിടന്നത്. നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്. പക്ഷേ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ എന്ന് പിണറായി ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ കരുണാകരനോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ. നമ്മൾ വളരെ ശക്തിയായി പലതും സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പലതും സംസാരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കെല്ലാം എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് ലോക്കപ്പിൽ വെച്ച് മരിച്ചവരില്ലേ? പ്രക്ഷോഭത്തിന്റെ മുന്നിൽ വെടിയേറ്റ് മരിച്ചവരില്ലേ? ഗുണ്ടകളുടെ കത്തിക്കുത്തേറ്റും വെടിയുണ്ട കൊണ്ടും മരിച്ചവരില്ലേ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. ഇതെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. അവരെയെല്ലാം പോലീസ് ലോക്കപ്പിലിട്ട 4 പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒന്ന് ഒതുക്കിക്കളയാമെന്നാണെങ്കിൽ അത് അപ്പോൾ ഒതുങ്ങും. പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ രംഗത്ത് വരും. ഇത്ര മാത്രമേ എനിക്ക് കരുണാകരനോട് പറയാനുള്ളൂ. ഇത് രാഷ്ട്രീയമാണ്. പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തിയായി തന്നെ പറയും. അത് പോലീസിനെ വിട്ടു തല്ലി ശരിപ്പെടുത്തി കളയാമെന്നാണെങ്കിൽ അത് നടക്കുകയില്ല. അങ്ങനെ കഴിയുകയുമില്ല. അത് എല്ലാ കാലത്തും ഈ രാജ്യത്തിലെ ബഹുജന പ്രസ്ഥാനം നേരിട്ടിട്ടുണ്ട്. ആ അനുഭവം ശ്രീ കരുണാകരൻ ഓർക്കണം. രാഷ്ട്രീയമായി ഇത്തരത്തിൽ എതിർക്കാൻ ശ്രമിക്കരുതെന്നും ഇതാർക്കും ഭൂഷണമല്ലെന്നും പിണറായി പറഞ്ഞു വെക്കുന്നു.